ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടാനും അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനും സഹായിക്കുന്ന ഏതാനും വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നിരന്തരം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട അനേകം കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ, വലിയ ദൈവാനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും. എല്ലാവരുടെയും ജീവിതം ഏതെങ്കിലുമൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോഴത് കാർഷിക മേഖലയാവാം, മറ്റു ചിലപ്പോൾ ഓഫീസ് ജോലികളോ സ്വയം തൊഴിൽ മേഖലകളോ ആവാം. ഏതു മേഖലയായാലും ആ തൊഴിലാണ് നമ്മുടെ അന്നം. അതിനെ ആസ്പദമാക്കിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖല വിജയിക്കണം, അഭിവൃദ്ധിപ്പെടണം, അതിൽ അനുഗ്രഹം പ്രാപിക്കണം. അതിനായിട്ട് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇത്തരമൊരാഗ്രഹവുമായി മുന്നോട്ട് പോകുന്നവരെല്ലാം ചില തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏതാവശ്യത്തിനും ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷേ അവ കണ്ടെത്തണമെന്ന് മാത്രം. തൊഴിൽ മേഖലയുടെ വിജയത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കാനായി ഞാൻ ഇന്ന് ചില തിരുവചനങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. ഈ തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ, എൻ്റെ തൊഴിൽ മേഖലയെയും ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145-ാം അധ്യായം 14-16 തിരുവചനങ്ങൾ. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ തിരുവചനത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കകിരീടം അണിയിച്ചു. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ തൊഴിൽ മേഖലകളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വചനം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ സാമ്പത്തിക മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വചനം മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വചനം നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മറ്റൊരു വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തില്ല. ഇനി മറ്റൊരു വചനം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുത്തെ വചനം ശ്രവിച്ചാൽ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ
നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ നിങ്ങളെ സ്പർശിച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ദിവസവും നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, ജോലി ഇടങ്ങൾ, അതുപോലെ നിങ്ങളുടെ മക്കളുടെ ജോലി മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ വചനം ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.